മന്ത്രിമാർ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ അത്യപൂർവമായിട്ടാണ് അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അത് ഇപ്പം ഞാൻ ഓർമ്മിക്കുകയാണ് ഈ വൈകാരികമായ അവസ്ഥ പറഞ്ഞപ്പോൾ. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അതിനെ നിലനിർത്താൻ, ഒരു അലിവിനെ നിലനിർത്താൻ താങ്കൾക്ക് ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രി ഒരു മനുഷ്യനാണ്. അപ്പം അതുമ്മ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. മന്ത്രി എപ്പോഴും പച്ചയായ മനുഷ്യനാകണം. എന്നാലാണ് മനുഷ്യരുടെ വികാരം അറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റുക. നമ്മൾ സന്തോഷം ഉണ്ടാകുമ്പോൾ ഉറക്കെ ചിരിക്കാറുണ്ട്. തമാശ പറഞ്ഞ് ഞങ്ങൾ മന്ത്രിസഭയിൽ തന്നെ ഞങ്ങൾ മന്ത്രിമാരായിട്ടുള്ള ഒരേ സമകാലികരായിട്ടുള്ള ആളുകളൊക്കെ കഥയും തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാറുണ്ട്. സങ്കടം ഉണ്ടാകുമ്പോൾ ആ സങ്കടത്തിനോടൊപ്പം നിൽക്കാറുണ്ട്, പൊട്ടിക്കരയാറുണ്ട്. ഇതൊക്കെ മനുഷ്യനെന്ന വിധത്തിലുള്ള നമ്മുടെ അനുഭവങ്ങളുടെ ഒരു തീവ്രതയാണ്. അതിങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടം അതിനെ നമ്മൾ നിർഭയമായിട്ട് അഭിസംബോധന ചെയ്യുക. കൃത്രിമത്വങ്ങളില്ലാത്ത വിധം മനുഷ്യനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു ജനപ്രതിക്ക് ഉണ്ടാകേണ്ട ഒരു സാധാരണ സംഭവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലരും എന്നോട് പറയാറുണ്ട്, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, നിങ്ങൾക്കൊരു സംഭവം ഉണ്ടെങ്കിൽ മുഖത്ത് കാണാം. അത് പറയാം. പലരും പറയാറുണ്ട് എന്നെ വ്യക്തിപരമായിട്ട്. മധു ചെയ്തൊരു കാര്യം എൻ്റെ സഹപ്രവർത്തകരാണെങ്കിലും എന്നോടൊപ്പം നിൽക്കുന്നവരാണെങ്കിലും എൻ്റെ ഒപ്പമുള്ള ഒരാൾ ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ച് നേരം അയാളോടുള്ള എൻ്റെ പെരുമാറ്റത്തിൽ അത് പെട്ടെന്ന് മനസ്സിലാകും. എനിക്കത് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും മനസ്സിലാകും. അപ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ളവരൊക്കെ പറയാറുണ്ട്, ഒളിച്ചു വെച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അങ്ങനെ പ്രകടിപ്പിക്കണ്ട, അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടെ. മനസ്സിലാകാൻ വേണ്ടിയാണല്ലോ നമുക്ക് വികാരം ഉണ്ടാകുന്നത്. വികാരം എന്ന് പറയുന്ന സാധനം തന്നെ മനസ്സിലാക്കാൻ. പക്ഷെ അന്ന് ഞാൻ അരുണിനോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഇൻ്റർവ്യൂവിന് വേണ്ടി ആൾ പറയുന്നത്. അപ്പോൾ അവർ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മതിയോ എന്ന് ചോദിച്ചു. ഉപ്പുമാവ് കഴിക്കുകയാണ് ഞാൻ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട്. അല്ല, ഇത് നടന്നോട്ടെ, അത് വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മിച്ചു. എനിക്കങ്ങനെ ചില ഘട്ടങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കുറേ ഘട്ടങ്ങൾ അത് ഉണ്ടാകുകയും ചെയ്യും.